ഫ്രീ മെഡിസിൻസും നിർധനരായ കുടുംബത്തിന് മരുന്നും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. മാസത്തിൽ 2 ദിവസം ന്യൂറോ സ്പെഷ്യലിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ് ഇവരുടെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ കൺസൾട്ടൻസിയും അവിടെയുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു റോളിൽ ഇരിക്കുമ്പോൾ എനിക്ക് വീട് കൈവിടാൻ പറ്റില്ല, മക്കളെയും കൈവിടാൻ പറ്റില്ല, അടുക്കളയും കൈയിരുന്ന് പോരുത്. ആ വീട് ഒന്നിച്ചിരുന്നാലും അത് യുണൈറ്റഡ് ആണെങ്കിലും ഡിവൈഡഡ് ആണെങ്കിലും അതിന്റെ കുറ്റം വരുന്നത് ആ സ്ത്രീക്കാണ്. ഒരു തുണിയാണെങ്കിൽ അതിന്റെ ഒരു നൂല് പോലും പോവാണ്ട് നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിൽ പെടുന്ന കല്യാൺ ഗ്രൂപ്പിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന യുവതലമുറയിലെ 2 പേരെ കൈകാര്യം ചെയ്യുന്ന 2 പേരാണ് ഇന്ന്, അല്ലെ കൺട്രോൾ ചെയ്യുന്ന 2 പേരാണ് ഞങ്ങൾക്ക് ഇന്ന് ABC ടോക്സിൽ കിട്ടിയിട്ടുള്ളത്. ദിസ് വീഡിയോ ഇസ് പവർഡ് ബൈ AVT പ്രീമിയം ടീം. ഒരു മനുഷ്യന്, പ്രത്യേകിച്ച് ഈ ബിസിനസ്സൊക്കെ റൺ ചെയ്യുന്ന പുരുഷന്മാർക്ക് പ്രത്യേകിച്ച്, അവരെല്ലാം ചെയ്യുന്ന ഒരു കാര്യം അവരുടെ ഭാര്യമാർക്ക് ഒരു ബിസിനസ് ഇട്ട് കൊടുക്കും. അതെന്തിനാണെന്നറിയാമോ? ആ ബിസിനസ് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളതല്ല അവരുടെ വിഷയം. അവർക്ക് സമാധാനത്തെ അവരുടെ പണിയെടുക്കണം. പക്ഷെ നിങ്ങൾ 2 പേരെ പറ്റി കേട്ടിരിക്കുന്നത് നേരെ തിരിച്ചാണ്. എന്താണ് അതിന്റെ പിന്നിലത്തെ കാര്യം, രഹസ്യം എന്താണ്? ഞങ്ങളുടെ വീട് ഒരു ജോയിന്റ് ഫാമിലിയാണ്. അതായത് അച്ഛൻ, 2 മക്കള്, അവരുടെ കുടുംബം. മൂത്തയാളുടെ വൈഫാണ് ഞാൻ, 2ാമത്തെ ആളുടെ വൈഫാണ് മധു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരു കൊടക്കീഴിലാണ്. അപ്പൊ ഞങ്ങൾക്കിവിടെ ഞങ്ങൾ സംസാരിക്കുന്നതും ശ്വസിക്കുന്നതും എല്ലാം തന്നെ ബിസിനസ്സാണ്. അപ്പൊ അത് കേട്ട് വളരുമ്പോഴത്തേക്കും നമുക്ക് അവര് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്താണ്, ഓരോ ദിവസവും സ്റ്റാഫിന്റെ ഇഷ്യൂ എന്താണ്, കടയിൽ നടന്നത് എന്താണ്, ആ ഹാപ്പിനെസ് ആണെങ്കിലും ശരി, ഇതാണെങ്കിലും സങ്കടമാണെങ്കിലും ശരി, എല്ലാം ഞങ്ങളുടെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ആ കടയിൽ പോയില്ലെങ്കിലും എന്താ നടക്കുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. സോ ഇൻവോളണ്ടറിലി ഞങ്ങളും അതിൽ ഇൻവോൾവ് ആയിരുന്നു. ഈ സാധാരണ ഞാൻ ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സാധാരണ ബിസിനസ്സുകാരുടെ ഭാര്യമാരൊക്കെ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എൻ്റെ ഭർത്താവിന് ബിസിനസ് മാത്രമേ സ്നേഹിക്കൂ, പുള്ളിക്ക് എൻ്റെ കാര്യം നോക്കാൻ സമയമില്ല, എനിക്ക് വേണ്ടി പുള്ളിക്ക് ചെലവിടാൻ സമയമില്ല, ഞാനൊന്ന് കാർ പോലും ഇല്ല, സ്കൂളിലാണ് പേരന്റ് മീറ്റിങ്ങിന് പുള്ളിയെ കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് ഇതിനൊരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ? ഇതൊരു നമ്മുടെ കാഴ്ചപ്പാടാണല്ലോ, ഇതിനെ എങ്ങനെയാണ് ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലേക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നതെന്നുള്ള? അതെ, നമുക്ക് ലൊക്കേഷൻ അല്ലേ ഏറ്റവും വലിയ പോസിറ്റീവ്. ഇതില് വി ആർ ഓൾ ടുഗെദർ ഉണ്ട്. അല്ല, അത് അവിടെ തന്നെ ഒരു നെഗറ്റീവ് ആസ്പെക്ട് എടുക്കാം. പ്രൈവസി ഇല്ല, ഞാനും എൻ്റെ ഭർത്താവും മക്കളും ജീവിക്കേണ്ടടുത്ത് ഞങ്ങൾ 9 പേരാണ് ജീവിക്കുന്നത്, മറ്റൊരു എല്ലാത്തിനും തന്നെ നമുക്കൊരു പോസിറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്, നെഗറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്. അല്ല, ഇതിലൊക്കെ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പോസിറ്റീവ് ആസ്പെക്ട്സ് ആണ് കൂടുതലുള്ളത്. നെഗറ്റീവിനെ വെച്ച് നോക്കുക, ഞങ്ങൾക്ക് ഒരാൾക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ആ 4 മക്കളെ വേറൊരു അമ്മ നോക്കും. ഇപ്പൊ മധുവാണ് ട്രാവൽ ചെയ്യുന്നെങ്കിൽ ഞാനാണ് 4 കുട്ടികളുടെ നോക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു അൺറിട്ടൺ റൂളാണ് ഞങ്ങളുടെ വീട്ടില്. ഇപ്പൊ ഇൻഫാക്ട് മധുവിന്റെ 2 മക്കളും എന്നെയും അമ്മ എന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫീലേ വേറെയാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും അവരാരോട് വേണമെങ്കിലും ചോദിക്കും, അല്ലാണ്ട് ആള് തന്നെ വേണം ചോദിക്കാൻ, അങ്ങനത്തതൊന്നുമില്ല. സോ ഇതൊക്കെയാണ് ആ ഒരു ജോയിന്റ് ഫാമിലിയുടെ ഒരു പോസിറ്റീവ്. പഴയ കാലത്ത് എല്ലാവരും ഇത് എൻജോയ് ചെയ്യും, അങ്ങനെ വളരുന്ന കുട്ടികളുടെ തന്നെ ബ്രെയിൻ തന്നെ ഭയങ്കര രസകരമായി എക്സ്പാൻഡ് ചെയ്യും എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. അവരുടെ ബുദ്ധി മോർ സോഷ്യൽ അല്ലേ, നോട്ട് അഫ്രൈഡ് ടു സ്പീക്ക് ടു പീപ്പിൾ. ഒന്ന് വാ തുറന്ന് അവർ ചോദിക്കും, അവർക്ക് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ they know whom to approach. പക്ഷെ ഈ തലമുറയിലെ സ്ത്രീകൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഏജിലുള്ള സ്ത്രീകൾ, ഇതിന് പൊതുവെ ഒരു കൂട്ടുകുടുംബത്തെ ഒന്നും അനുവദിക്കാറില്ല, അല്ലെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്യാറുണ്ട്. അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്ത് പുറത്തു വന്നു എന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൗശലമാണോ, അച്ഛൻ്റെയും അമ്മയുടെയും കൗശലമാണോ, അതോ നിങ്ങളുടെ കൗശലമാണോ? എന്താണ് ഇതിന് മുന്നിൽ നിൽക്കുന്ന കൗശലം എന്നുള്ളത്? അല്ല, ഇത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ മെയിൻ പ്രശ്നം ഈഗോ ആണ്. നമ്മുടെ മനസ്സിൽ അതിന് എന്ന് സ്ഥാനം പിടിച്ചോ അന്ന് ആ വീടെന്ന് കുടുംബം വീടാൻ തോന്നും. മാം, ഇത് പറയാൻ എളുപ്പമാണ്. ഈ പറയുന്ന എനിക്കും മാമിനും സതീഷിനും എല്ലാം ഈഗോ ഉണ്ട്. ഇതിനെ എങ്ങനെ കില്ല് ചെയ്യുന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, ഇതിന് എനിക്ക് തോന്നുന്നത് ഒരു സങ്കല്പം അവിടെ ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീരാമനും അതില് സീതാദേവിയും ആണ് ആദ്യമായിട്ട് പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് പട്ടാഭിരാമൻ സാർ അത് പറയുന്നുണ്ട്. ഞാനൊരു ഇന്റർവ്യൂ തന്നെ കണ്ട കഴിഞ്ഞ സമയം. എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ആദ്യം വീട്ടിലേക്ക് കയറുമ്പോൾ പഴയ വീട്ടിലിരുന്ന ആ ശ്രീരാമന്റെ വിഗ്രഹമായിട്ടാണ് ആദ്യം കയറിയത്. എന്ന് വെച്ചാൽ ഭഗവാനെ ഞാൻ വിട്ടിട്ടല്ല വന്നത്, ആ വീട്ടിൽ ആദ്യം കയറാം. പിന്നെ അതിനകത്തൊരു ചിട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ നിലനിർത്താൻ അറിയാൻ കൗതുകം കൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ നോക്കി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൂജ ചെയ്യും, ഇളയവന് പൂജ പഠിപ്പിച്ചു, മക്കളെ മകന്റെ മകനെയും പൂജ പഠിപ്പിക്കുന്നു. ഇത് ഡെയിലി പൂജയുള്ള ഒരു സംഭവമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സിസ്റ്റം ഉണ്ട്, ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. കാരണം ഇത്
എല്ലായ്പ്പോഴും എല്ലാവരും ഇവരുടെ ഫാമിലി കഴിഞ്ഞ് അടുത്തയാളുടെ കഴിഞ്ഞിട്ട് വീണ്ടും അല്ല തലമുറയെയും ഒന്നിച്ചു കൊണ്ടുപോകണം എന്നുള്ള ഒരു മോട്ടീവ് അതിൻ്റെ അകത്തുണ്ടല്ലോ. ആ ഒരു അലിഖിതമായ സാധനം തന്നെയാണോ നിങ്ങള്? അയ്യോ ഡെഫിനറ്റ്ലി അതൊരു വലിയ അല്ല അത് അച്ഛൻ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പം പട്ടാഭിരാമൻ സാറിന്റെ 2 മക്കൾ, അവരെ പട്ടാഭിരാമൻ സാറിന് രൂപപ്പെടുത്താൻ പറ്റും. പക്ഷെ നിങ്ങൾ രണ്ട് കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. നിങ്ങളെ രണ്ടുപേരെയും അവർക്ക് രൂപപ്പെടുത്തുന്നതിന് പരിമിതികളുണ്ട്. സാധാരണഗതിയിൽ ഭൂമിയിൽ സംഭവിക്കുന്നത് ലോകത്തെല്ലായിടത്തും ഈ വരുന്ന 2 പെണ്ണുങ്ങളും പട്ടാഭിരാമൻ സാറിന്റെ 2 മക്കളെയും രൂപപ്പെടുത്തിയെടുത്ത് 2ആക്കി മാറ്റി. അതിന്റെ ഇടയിലെ ആ ടെക്നിക്ക് എന്താന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയുന്നത്. ചോദ്യത്തിന് എനിക്ക് മനസ്സിലായി. എന്റെ കല്യാണം കഴിയുമ്പോഴേ എനിക്കറിയാം ഞാൻ ഒരു ജോയിന്റ് ഫാമിലിയിലോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് അന്ന് അമ്മയുണ്ടായിരുന്നു. ഇപ്പൊ അമ്മ മരണപ്പെട്ടിട്ട് 15 വർഷം കഴിഞ്ഞു. അപ്പൊ വന്നപ്പോഴും എന്റെ വീടും ഒരു ജോയിന്റ് ഫാമിലി തന്നെയാണ്. അപ്പൊ അവിടുന്ന് വന്നപ്പോഴും എന്നെ പറഞ്ഞു വിട്ടതും അങ്ങനെ തന്നെയായിരുന്നു, നീ പോകുന്നത് ഒരു ജോയിന്റ് ഫാമിലിയിലോട്ടാണ്. അപ്പൊ അവിടെ പലവിധമായ അഭിപ്രായങ്ങളും അതെല്ലാം വരും. അതൊക്കെ നല്ലതെടുക്കുക, മറ്റേത് തലയ്ക്കുള്ളിൽ കയറ്റുകയേ വേണ്ട. കളിയാക്കുന്ന അതൊക്കെ എടുത്ത് വിട്ടേക്ക്. പക്ഷെ ബിക്കോസ് ആ വീട് ഒന്നിച്ചിരുന്നാലും അത് യുണൈറ്റഡ് ആണെങ്കിലും ഡിവൈഡഡ് ആണെങ്കിലും അതിന്റെ കുറ്റം വരുന്നത് ആ സ്ത്രീക്കാണ്, അല്ലാണ്ട് അത് വേറെ ആരും ഒന്നും പറയില്ല. സോ ബേസിക്കലി നമ്മൾ ആ ഒരു തുണിയാണെങ്കിൽ അതിന്റെ ഒരു നൂല് പോലും പോവാണ്ട് നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പടപടാന്ന് ബാക്കിയെല്ലാം വിടാൻ തുടങ്ങും. പക്ഷെ അത് നോക്കേണ്ടതാണ് മെയിൻ കടമ. ആൻഡ് അത് നമ്മൾ ലാർജർ ഇൻട്രസ്റ്റിലോട്ട് നോക്കുമ്പോൾ എന്തൊക്കെയാണുള്ളത്, പിള്ളേർ എത്ര നന്നായിട്ട് വളരുന്നു, അവർക്ക് സഹനശക്തി, ഷെയറിങ് എല്ലാം തന്നെ, ടു റെസ്പെക്ട് ആൻഡ് ഗിവ് റെസ്പെക്ട്, ദേ ലേൺ സോ മെനി തിങ്സ്. അച്ഛനായാലും ഹി ഈസ് ഓൾസോ വെൽ ട്രാവൽഡ്. സോ ഒരു ഫാമിലി എങ്ങനെ നടത്താം, അതിന് എസ്പെഷ്യലി ലേഡീസ് എങ്ങനെ അവർക്ക് അവരുടെ ഫ്രീഡം ദേ നീഡ്. ഫ്രീഡമിന്റെ കൂടെ ദേ നീഡ്, യു ഹാവ് ടു ട്രസ്റ്റ് ദം ഓൾസോ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പ്രകാശ് ആൻഡ് മഹേഷ് ആർ, അവരുടെ വേവ് ലെൻസ് ഒരേ മാച്ചിങ് ആണ്. സോ ദേ ട്രസ്റ്റ് ഈച്ച് അതർ, ദേ നോ ഈച്ച് അതേഴ്സ് തോട്ട്സ്. അവരുടെ സെന്റൻസസ് അടക്കം അവർ കംപ്ലീറ്റ് ചെയ്യും. സോ ദാറ്റ് സെയിം ഇസ് പാസ്ഡ് ഓൺ ടു അസ് ഓൾസോ. സോ അവരുടെ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റിഫ്ലെക്റ്റഡ് ഓൺ അസ്. സോ മെയിൻ അവർ ആങ്കർ ഇസ് ഓഫ് കോഴ്സ് ദ മെൻ ഇൻ അവർ ഹൗസ്. സോ അവരുടെ ഒരു ഫൗണ്ടേഷൻ ഇഫ് ഇറ്റ് വാസ് നോട്ട് പ്രോപ്പർ, ദെൻ ഐ തിങ്ക് ഐ ഡോണ്ട് നോ. പരസ്പരമാണ് ഈ പ്രകാശിന്റെയും മഹേഷിന്റെയും ഭാര്യമാരെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ പട്ടാഭിരാമൻ സാറിന്റെ വൈഫ്, ആ അമ്മയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ എല്ലാ വളർച്ചയുടെയും പിന്നിൽ അദ്ദേഹത്തിന്റെ വൈഫിന്റെ അമ്മയുടെ പേര് മീര എന്നാണ്, ശരിക്കുള്ള പേര് ജാനകി എന്നാണ്. ജാനകി, പക്ഷെ വിളിക്കുന്ന പേര് മീര എന്നാണ്, എല്ലാവർക്കും അറിയപ്പെടുന്നത് മീര എന്നായിരുന്നു. ഒരു സ്ത്രീയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ആകാം എന്നതിന് ജാനകി അമ്മ വലിയ ഉദാഹരണമാണെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഇന്നത്തെ പോലല്ല, അദ്ദേഹം ലോകത്തെല്ലായിടത്തും ട്രാവൽ ചെയ്യുകയും ബിസിനസ്സിന് വേണ്ടി യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഓരോ രാജ്യത്തെയും ഉണരേണ്ട സമയവും കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ ലിസ്റ്റും ഒക്കെ എങ്ങനെങ്കിലും അദ്ദേഹത്തെ ഫോൺ വഴിയോ താമസിക്കുന്ന ഹോട്ടലിൽ വിളിച്ചോ ഒക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തിന് അവിടെ പോലും ഒരു സപ്പോർട്ടായി നിൽക്കുകയും ചെയ്തതായി ഞാൻ കേട്ടിട്ടുണ്ട്. ആ അമ്മയെ പറ്റി എന്താണ്, എന്താ അമ്മയുടെ കഥകൾ എന്തെങ്കിലും കേൾക്കാൻ കഴിയുമോ, എന്താ പറയാനുള്ളത്? അയ്യോ തീർച്ചയായിട്ടും. അമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു മധു അമ്മേനെ അധികം കണ്ടിട്ടില്ല. എനിക്കൊരു 5 വർഷം ആളുടെ കൂടെ ജീവിക്കാനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഷീ സച്ച് എ സ്ട്രോങ് ലേഡി. 36-ാമത്തെ വയസ്സിൽ അമ്മ വീൽ ചെയറിലായ ഒരു പേഷ്യന്റ്. അയ്യോ അങ്ങനെയുണ്ട്. ബിക്കോസ് അമ്മയ്ക്ക് SLE എന്ന് വന്നിട്ട്, SLE എന്ന് പറഞ്ഞൊരു ഒരു ഇമ്മ്യൂൺ ഡിസോർഡർ വന്നിട്ട് ആൾക്ക് നടക്കാൻ പറ്റാണ്ടായി. പിന്നെ ഹിപ്പ് റീപ്ലേസ്മെന്റ് ചെയ്തു, അത് ഒരിക്കൽ താഴെ വീണു. അങ്ങനെ ആൾക്ക് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ആള് കുറെ കാലം വീൽ ചെയറിലും വോക്കറിലൊക്കെ ആൾക്ക് നടക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും അടുക്കളയിൽ ഒരു കടുക് ഏത് പാത്രത്തിലുണ്ടെന്നും പഞ്ചസാര ഏത് പാത്രത്തിലുണ്ടെന്നും അമ്മയ്ക്ക് ബെഡ്റൂമിൽ ഇരുന്ന് അറിയാൻ പറ്റും. അത്ര ആ വീട് ചിട്ടിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആളൊരു സംഭവം തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നത് എൻ്റെ 2ാമത്തെ മോന് 41 ദിവസമായിരുന്നപ്പോഴാണ് അമ്മ മരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇതായോ അമ്മ അത്രയും സ്ട്രോങ് പില്ലറായിട്ട് നമ്മൾ എങ്ങനെ ഇനി മുന്നോട്ട് പോകും എന്നുള്ളത്. പക്ഷെ ആ ഒരു 5 വർഷം അമ്മയുടെ കൂടെ ഇരുന്നതാണ് എനിക്ക് ഇത്രയും ധൈര്യം, ഇങ്ങനൊക്കെ ഒന്ന് മുന്നോട്ട് പോവാൻ അമ്മയുടെ ഇത് തന്നെയാണ്. അമ്മ അച്ഛനെ മാത്രമല്ല ഉണക്കുന്നത്, മക്കളെയും. 5 മണിക്കാണ് ഫ്ലൈറ്റ് എങ്കിൽ അവര് പറയും അമ്മ 3 മണിക്ക് വിളിച്ച് ഉണർത്തണേ. അമ്മ 3 മണിക്ക് ഉണർത്തും. ഇതൊന്നുമില്ല, അത് വരുന്ന അലാമോ ഒന്നുമില്ല, അമ്മ അല്ലാണ്ട് തന്നെ വിളിക്കും. അതെങ്ങനെ അവർക്ക് എണീക്കാൻ പറ്റുന്നതെന്ന് അറിയാം. നമ്മളിപ്പോ 5 മണിക്ക് അലാറം വെച്ചിട്ട് പോലും എണീക്കാൻ പറ്റുന്നില്ല. പുള്ളിക്കാരനെ കറക്റ്റ് ആ സമയത്ത് എണീറ്റ്
പിള്ളേരെയൊക്കെ വിളിച്ചു എല്ലാം ചെയ്യും. അല്ല, ഇപ്പൊ ഇത്ര സ്ട്രോങ് ആയ ഒരു ലേഡി, ഒരു വീട് നയിച്ചിരുന്ന അമ്മ, ആ അമ്മ ചെയ്തിരുന്ന അമ്മയുടെ ഒരു സ്പേസ് വളരെ വലുതായിരുന്നു, മനസ്സിലായില്ലേ? മനസ്സിലും വീട്ടിലും അമ്മയുടെ Definitely. ആ സ്പേസിനെ ഫുൾഫിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ആ സ്പേസിലേക്ക് ലോഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ആ സ്പേസിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ, അവിടേക്ക് നിറയാൻ പെട്ടെന്ന് കഴിഞ്ഞു. പെട്ടെന്ന് അത് കഴിയില്ല. ഇപ്പോഴും എനിക്കത് കഴിഞ്ഞിട്ടുണ്ടോന്നും അറിയില്ല. ഇറ്റ് ഇസ് നോട്ട് ഈസി. അതിനുള്ള ശ്രമമാണ് നടത്തിയത്. അതിനുള്ള തീർച്ചയായും ആ ശ്രമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ബിക്കോസ് പുള്ളിക്കാരത്തി ഒരു 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 ഭയങ്കര ഒരു ലേഡി ആയിരുന്നു, ഒരു വെരി പവർഫുൾ ആൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ആൾക്കറിയാം, ഒരു ആപ്പിൾ ചീഞ്ഞിട്ടുണ്ട്, അവൻ അതെടുത്ത് നിന്ന് കളഞ്ഞിട്ടുണ്ട്. അവർക്ക് എങ്ങനെ അറിയാം എന്ന് അറിയില്ല. അവിടെ ഇരുന്ന സ്ഥലത്ത് വെച്ച് എന്തൊക്കെയാണ്. ഇപ്പൊ ഞങ്ങളുടെ മുറി ഫസ്റ്റ് ഫ്ലോറിലാണ്, അമ്മ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അമ്മ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരത്തേയില്ല. പക്ഷെ മുകളില് ലിഫ്റ്റ് ഉണ്ട്. അമ്മ മേ ബി ഒരു 10 ദിവസം ഒരിക്കൽ 15 ദിവസം ഒരിക്കലൊക്കെ റൗണ്ട്സ് ചെയ്യും, വീടൊക്കെ നീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. പക്ഷെ എന്നും ആ ക്ലീനിങ് സ്റ്റാഫിനോട് ചോദിക്കും, ആ ടീപ്പോയ് ക്ലീൻ ചെയ്തായിരുന്നോ, അവിടുത്തെ കസേരയുടെ മാറ്റിയിട്ട് ഇത് പൊടി ചെയ്തായിരുന്നു, ഇങ്ങനെയൊക്കെ അമ്മ ചോദിക്കും. സോ ആൾ ഇരുന്ന സ്ഥലത്ത് വെച്ച് ഓരോ മുറിയും എങ്ങനെയാണെന്നും എന്താണെന്നും ഒക്കെ പുള്ളിക്കാരത്തിക്കറിയും. ഈ പുള്ളിക്കാരിയുടെ മിസ്സിങ് എങ്ങനെയാണ് പട്ടാഭിരാം സാർ എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന് ഓവർടേക്ക് ചെയ്യുന്നത്? ഇത്ര ഇങ്ങനെയൊക്കെ ഒരു ഭാര്യയെ, അങ്ങനെ ഒരു സഹധർമ്മിണിയെ, ഒരു കൂട്ടുകാരിയെ ഒക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. അദ്ദേഹം എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? I think it was very tough. ഭയങ്കര വാക്യൂം. സി അച്ഛൻ ഭയങ്കര സോഷ്യൽ പേഴ്സണാലിറ്റിയാണ്. പക്ഷെ എന്നാലും വീട്ടിലേക്ക് വരുമ്പോൾ when the lady of the house has kept everything prim and proper, including the towels, തോർത്തടക്കം നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇൻഫാക്ട് ഇഫ് ഐ റിമെമ്പർ, മഹേഷ് 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ആൻഡ് അമ്മ ദേ ഹാഡ് ബീൻ ടു US ഒരു സർജറി മെഡിക്കൽ പർപ്പസ്ക്ക് വേണ്ടി. കണ്ണെന്നറിയാതെ പറയാൻ പറ്റുന്നില്ല. അല്ലല്ല, ഐ എം ജസ്റ്റ് എ തേർഡ് പേഴ്സൺ ഇൻ ദിസ്. ബിക്കോസ് ഞാൻ വരുമ്പോ എല്ലാമൊക്കെ കഴിഞ്ഞു, തീരുമാനങ്ങൾ കഴിഞ്ഞു. ആൻഡ് ഐ സോ മൈ വുഡ് ബി മദർ ഇൻ ലോ വെൻ ഷീ വാസ് അറ്റ് ഹെർ വേഴ്സ്റ്റ്. സോ ഐ ഫ്രം പഴയ കഥകളെല്ലാം ഒന്ന് പറയുമ്പോൾ ദാറ്റ്സ് വെൻ ഐ അണ്ടർസ്റ്റാൻഡ് അവർക്ക് എന്തൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. She being the first daughter-in-law, they would have had that is Vardhani's expectations will be against the lady of the house. So all the memory, yan kore stories I have heard where she's extremely sharp and extremely brilliant. She remembers everything. They went to US and it happened to be Appa's birthday. Achchന്റെ birthday ആയിട്ട് അതൊക്കെ വേണ്ടി ഈ റവയും ഈ മുന്തിരിയും ഗീയും എല്ലാം ഒന്ന് എടുത്തിട്ട് ഒരു ഇൻസ്റ്റന്റ് പായസമായിട്ട് ഉണ്ടാക്കിയിട്ട് ഷി ഗേവ് ഇറ്റ് ടു അച്ഛൻ ഇൻ US. ഇതൊക്കെ നേരത്തെ സർജറിക്ക് വേണ്ടി പോയതാണ്. പുള്ളിക്കാരത്തിന്റെ സർജറിക്ക് വേണ്ടി US പോയതാണ്. ആ സമയത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതാണോ ഈ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ ബൈലോ? നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ശരിക്കും? ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ, അവിടെ ഇന്ന സാധനം കുറവുണ്ട്, അല്ലെ ഇന്ന സാധനം കുറവുണ്ട്, അവിടുത്തെ കണ്ടെത്തലുകളൊക്കെ ഇതാണോ ഒരു ബൈലോ ആയിട്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്? അല്ല, ഞാൻ അതിനുള്ളിൽ പോകുമ്പോഴത്തേക്കും എന്റെ അടുക്കളയ്ക്കുള്ള വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടോ, നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം ആ സാധനങ്ങളുണ്ടോ. ഇപ്പൊ മക്കൾക്ക് വേണ്ടത് വേറെ ഐറ്റം ആയിരിക്കും, അച്ഛന് വേണ്ടത് വേറെ ഐറ്റം ആയിരിക്കും. അച്ഛന് കുറച്ചുകൂടി ട്രഡീഷണൽ ആയിട്ട് ഇഡ്ലി ദോശ ചപ്പാത്തി ആയിരിക്കും, മക്കൾക്ക് വേണ്ടത് പാസ്ത ടാക്കോസ് പിസ്സ ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും. അപ്പൊ ഇതെല്ലാം നമുക്ക് അവിടെ വേണമല്ലോ. അപ്പോൾ ഐ ബീങ് എ മദർ ഇറ്റ്സ് ഇസ് ഈസി. നമുക്ക് ഈ മക്കളുടെ ടേസ്റ്റും ബാക്കിയുള്ളവരുടെ ടേസ്റ്റും എന്താണ് പുതിയത് വന്നിരിക്കുന്നത്, ബിക്കോസ് എനിക്ക് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ പിള്ളേരുടെ കയ്യിൽ നിന്ന് കിട്ടും. അമ്മ ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ടുണ്ട്, അമ്മ അറിഞ്ഞില്ലേ. സോ ദാറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ അസ്. എനിവേ, സ്ത്രീകളുടെ വീട്ടിലും കച്ചവടത്തിലുമുള്ള സ്പേസ് കൃത്യമായി കാണിച്ചു തരുന്ന രണ്ടുപേരാണ് അല്ലേ? ഭാര്യമാരുടെ രണ്ടുപേരുടെയും സ്പേസിനെ പറ്റി പറഞ്ഞു. അമ്മ പകർന്നു തന്ന ഒരു ഗൈഡ് ലൈൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ചസ് ഇനി നിങ്ങളുടെ മക്കളാണ്. അച്ഛന്മാർ രണ്ടുപേരും ബിസിനസ്സിൽ, മുത്തച്ഛൻ ബിസിനസ്സിൽ. മുത്തച്ഛൻ ഇപ്പം അത്ര വലിയ എന്താ പറയാ സീരിയസ് ഇൻവോൾവ്മെന്റ് ഇല്ല, പക്ഷെ ഈസ് ദ നിങ്ങൾ രണ്ടുപേരും കച്ചവടത്തിൽ. അപ്പൊ ഈ പേരന്റിങ്ങിനെ ഇത് ബാധിക്കുന്നുണ്ടോ? പേരന്റിങ് ഇപ്പൊ ഞങ്ങളാണെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു 3 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വരും. പിള്ളേർ 3:30 ആകുമ്പോഴത്തേക്കും സ്കൂൾ. എന്റെ മൂത്തയാള് ഹീസ് ഇൻ ദുബായിന്ന്, ആള് ഡിഗ്രി സെക്കൻഡ് ഇയർ ചെയ്യാണ്, ഓൺടർപ്രണർഷിപ്പ് മാനേജ്മെന്റ് ആള് ചെയ്യാണ്. അപ്പൊ ആള് വലുതായി, ഇനി ആളെ കൈവിട്ടു. രണ്ടാമത്തെ ആൾ ഇപ്പൊ 10th. മധുവിന്റെ പിള്ളേര് രണ്ടും 7ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ആണ്. അപ്പൊ ഞങ്ങൾ 3 മണി വരെയാണ് ഞങ്ങളുടെ
ബിസിനസ് ടെക്. ഞങ്ങളപ്പോൾ ആ പിള്ളേർ 3:45 വീട്ടിലോട്ട് വരും. ആ സമയത്ത് ഞങ്ങൾ എങ്ങനെയും ആ സമയമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലോട്ട് വരും. ചിൽഡ്രൻ ഡോണ്ട് നീഡ് us. അതെ അവർക്ക് ഞങ്ങൾ വേണ്ട, ഞങ്ങൾ ഇല്ലെങ്കിൽ അത്രയും സന്തോഷം സ്വാതന്ത്ര്യം കൂടും. സ്വാതന്ത്ര്യം ഒരു ഫ്രീഡം വേണ്ട അവർക്ക്. പക്ഷെ നിങ്ങൾക്ക് അവർ വേണമല്ലോ. അല്ല ജിക്ക, നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഇവരെ ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ നമ്മളൊന്ന് എബിസിലേക്ക് വരണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ബന്ധപ്പെടുമ്പോഴും മോന് പരീക്ഷയാണ്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമില്ല. അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയണം. എനിക്ക് ഇന്ന ദിവസം എന്റെ ഷെഡ്യൂൾ അതല്ല, മോന് പരീക്ഷയാണ്, ഇങ്ങനെയൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പൊ ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ എപ്പോഴാ ഒരു 11 ഞാൻ മോൻ സ്കൂൾ വിടുന്നതിന് മുമ്പ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ചെല്ലും. ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ ഇങ്ങനത്തെ ഒരു റോളിൽ ഇരിക്കുമ്പോ എനിക്ക് വീട് കൈവിടാൻ പറ്റില്ല, അതെ അതെ, മക്കളെയും കൈവിടാൻ പറ്റില്ല, അടുക്കളയും കൈയിരുന്ന് പോരുത്. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് വേണം കൊണ്ടുപോകാനായിട്ട്. അതായത് ഇപ്പൊ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോ അമ്മയുടെ ഒരു ഫൗണ്ടേഷൻ ഇപ്പൊ റൺ ചെയ്യുന്നുണ്ടല്ലോ, അതിനെ പറ്റിയെങ്കിലും ഒന്ന് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. ജാനകി പട്ടാഭിരാമൻ സ്മൃതി ട്രസ്റ്റ് എന്നാണ്. ഇപ്പൊ ആ ട്രസ്റ്റിന്റെ പേരിൽ നമ്മളൊരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മൺഡേസ് ആൻഡ് തേഴ്സ്ഡേസ് ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷൻ. അതുപോലെ തന്നെ നിർധരരായ തൃശ്ശൂരല്ലേ? തൃശ്ശൂരാണ്. തൃശ്ശൂർ പൂങ്കുന്നത്ത് ഞങ്ങളുടെ അഗ്രഹാരത്തിൽ തന്നെയാണ്, സീതാരാമസ്വാമി ക്ഷേത്രത്തിന്റെ എതിർവശമായിട്ട്. അപ്പൊ നമ്മള് ഫ്രീ മെഡിസിൻസും നിർധരരായ കുടുംബത്തിന്, അതായത് ബിലോ BPL ഉള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് മരുന്നും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാസത്തില് 2 ദിവസം ന്യൂറോ സ്പെഷ്യലിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ് ഇവരുടെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ കൺസൾട്ടൻസിയും അവിടെയുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ ആ ട്രസ്റ്റീസ് നമ്മൾ മെയിൻ ആയിട്ട് മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ പേർപ്പസിനാണ്. ഞാൻ പറഞ്ഞല്ലോ, അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു, കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മ ജീവിതത്തിൽ. സോ ആ ഒരു കഷ്ടപ്പാട്, അതായത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടണം, അതിന് സാമ്പത്തികം ഒരു ബുദ്ധിമുട്ടാവരുത് എന്നത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അച്ഛൻ ഇത് തന്നെ തുടങ്ങിയത്, ഈ ട്രസ്റ്റ് തന്നെ തുടങ്ങിയത്. അപ്പൊ നമുക്ക് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരാം.